എല്ലാവർക്കും നമസ്കാരം. ഗ്യാസ് ട്രബിൾ മുതൽ അമിതഭാരം വരെ നമ്മളെ അലട്ടുന്ന പല പ്രശ്നങ്ങൾക്കും ജീരകം മികച്ചൊരു ഒറ്റമൂലിയാണ്. ജീരകം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ചില ഒറ്റമൂലികളെ പറ്റി നോക്കാം. ജീരകത്തിന്റെ അളവ് കൂടുന്നത് ശരീരത്തിൽ ചൂട് വർദ്ധിപ്പിക്കാൻ കാരണമാകും. അതിനാൽ കൃത്യമായ അളവിൽ മാത്രമേ ഉപയോഗിക്കാവൂ. ജീരകം മെറ്റബോളിസം കൂട്ടുകയാണ് ചെയ്യുന്നത്. അതിനാൽ കൃത്യമായ വ്യായാമത്തോടൊപ്പം കഴിച്ചാൽ മാത്രമേ ഗുണം ലഭിക്കൂ. ഗ്യാസ് ട്രബിൾ ഉണ്ടെങ്കിൽ ജീരകം പച്ചയ്ക്ക് ചവച്ച് അതിന്റെ നീരിറക്കുക. ഇതിലെ തൈമോൾ ഗ്യാസ് ഉടൻ പുറന്തള്ളാൻ സഹായിക്കും. വിട്ടുമാറാത്ത വയറുവേദനയാണെങ്കിൽ 1 സ്പൂൺ ജീരകം 2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് 1 ഗ്ലാസ്സാക്കി കുറുക്കി കുടിക്കുന്നത് പെട്ടെന്ന് ആശ്വാസം നൽകും. പുളിച്ചു തികട്ടൽ ഉണ്ടെങ്കിൽ ജീരകം വറുത്തുപൊടിച്ച് മോരിൽ കലക്കി ഉച്ചഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നത് ശീലമാക്കുക. മലബന്ധം കൊണ്ട് കഷ്ടപ്പെടുന്നവർ 1 സ്പൂൺ ജീരകത്തിന്റെ പൊടി 5 ഗ്രാം തേനിൽ ചാലിച്ച് രാത്രി കിടക്കാൻ നേരം കഴിക്കുന്നത് നന്നായിരിക്കും. കുട്ടികളിലെ വിരശല്യം മാറാൻ ജീരകം കഷായം വെച്ച് അതിലൽപ്പം ശർക്കര ചേർത്ത് വെറും വയറ്റിൽ നൽകിയാൽ മതി. ഭക്ഷണത്തോടുള്ള താല്പര്യം കുറവാണെങ്കിൽ ഇഞ്ചിനീരും ജീരകത്തിന്റെ പൊടിയും തുല്യ അളവിലെടുത്ത് ഭക്ഷണത്തിന് മുൻപ് കഴിക്കുക. വയറിളക്കം പെട്ടെന്ന് മാറാൻ ജീരകം വറുത്തു പൊടിച്ചത് തൈരിൽ ചേർത്ത് ഉപയോഗിക്കുന്നത് ദോഷകരമായ ബാക്ടീരിയകളെ നശിപ്പിക്കും. ഛർദിയും മനം പുരട്ടലും അനുഭവപ്പെടുമ്പോൾ ജീരകമിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കൽക്കണ്ടം ചേർത്ത് ഇടയ്ക്കിടെ കുടിക്കുക. അൾസർ അഥവാ കുടലിലെ പുണ്ണു മാറാൻ ജീരകവെള്ളം തണുപ്പിച്ച് കുടിക്കുന്നത് ആമാശയത്തിലെ ചൂട് കുറയ്ക്കാനും മുറിവുകൾ ഉണങ്ങാനും സഹായിക്കും. വയർ എപ്പോഴും വീർത്തിരിക്കുന്നത് ഒഴിവാക്കാൻ മോരിൽ അല്പം ജീരകവും അയമോദകവും ചേർത്ത് കുടിക്കുന്നത് വായുക്ഷോഭം കുറയ്ക്കും. ശരീരഭാരം കുറയ്ക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ രാത്രി ജീരകം വെള്ളത്തിലിടുക. രാവിലെ അത് തിളപ്പിച്ച് നാരങ്ങ നീരും തേനും ചേർത്ത് വെറും വയറ്റിൽ കുടിക്കുക. കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ വറുത്ത ജീരകം ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് രക്തധമനികളിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കും. പ്രമേഹമുള്ളവർ 1/2 സ്പൂൺ ജീരകപ്പൊടി വീതം 2 നേരം വെള്ളത്തിൽ കലക്കി കുടിക്കുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ സഹായിക്കും. BP അഥവാ ഉയർന്ന രക്തസമ്മർദ്ദത്തിന് ജീരകത്തിലെ പൊട്ടാസ്യം വലിയൊരു മരുന്നാണ്. ദിവസവും വൈകുന്നേരം ജീരകവെള്ളം ശീലമാക്കുക. രക്തക്കുറവ് അഥവാ വിളർച്ച ഉള്ളവർക്ക് ജീരകം ചേർത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ശരീരത്തിൽ അയൺ ആഗിരണം ചെയ്യുന്നത് വർദ്ധിപ്പിക്കും. വിട്ടുമാറാത്ത ചുമ മാറാൻ ജീരകവും കരിപ്പെട്ടിയും ചേർത്ത് തിളപ്പിച്ച് കുടിക്കുന്നത് തൊണ്ടയിലെ കരകരപ്പ് മാറ്റും. കഫക്കെട്ടുണ്ടെങ്കിൽ ജീരകം, കുരുമുളക്, തുളസി എന്നിവ ചേർത്ത് കഷായം വെച്ച് ചൂടോടെ കഴിക്കുക. തൊണ്ടവേദന മാറ്റാൻ ജീരകവെള്ളത്തിൽ അല്പം ഉപ്പിട്ട് തൊണ്ടയിൽ കൊള്ളുന്നത് അണുബാധ കുറയ്ക്കും. ആസ്മയുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ ജീരകവും ആടലോടകവും ചേർത്ത് തിളപ്പിച്ച് കുടിക്കുന്നത് ശ്വസനം സുഗമമാക്കും. ആർത്തവ സമയത്തെ വേദന കുറയ്ക്കാൻ ചൂടുള്ള ജീരകവെള്ളം ഈ സമയത്ത് കുടിക്കുന്നത് പേശിവലിവ് തടയാൻ സഹായിക്കും. മുലപ്പാൽ വർദ്ധിക്കാൻ ജീരകം നെയ്യിൽ വറുത്ത് രാത്രി ഭക്ഷണത്തോടൊപ്പം കഴിക്കുന്നത് അമ്മമാർക്ക് നല്ലതാണ്. ആർത്തവ ചക്രം കൃത്യമാകാൻ ജീരകവും എള്ളും ചേർത്ത് പൊടിച്ച് കഴിക്കുന്നത് ഹോർമോൺ വ്യതിയാനങ്ങൾ കുറയ്ക്കും. മുഖക്കുരു മാറ്റാൻ ജീരകം പച്ചപ്പാലിൽ അരച്ച് മുഖത്ത് പുരട്ടുന്നത് നല്ലതാണ്. അകാല നര തടയുന്നതിനായി ജീരകം ഇട്ട് തിളപ്പിച്ച വെളിച്ചെണ്ണ പതിവായി തലയിൽ തേക്കുന്നത് മുടിയുടെ നിറം നിലനിർത്തും. താരന് ജീരകപ്പൊടി നാരങ്ങാനീരിൽ ചാലിച്ച് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് കഴുകിക്കളയുക. മൂത്ര തടസ്സം അനുഭവപ്പെടുകയാണെങ്കിൽ ഇളം ചൂടുള്ള ജീരകവെള്ളം കുടിക്കുന്നത് മൂത്രവിസർജനം സുഗമമാക്കും. തലവേദന വരുമ്പോൾ ജീരകം നന്നായി അരച്ച് നെറ്റിയിൽ ഇടുന്നത് വേദന കുറയ്ക്കും. പെട്ടെന്ന് ക്ഷീണം തോന്നിയാൽ ജീരകവെള്ളത്തിൽ അല്പം ശർക്കര ചേർത്ത് കുടിക്കുന്നത് ഊർജം നൽകും. കാൽപാദത്തിലുണ്ടാകുന്ന നീര് മാറാൻ ജീരകം അരച്ചിടുന്നത് നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കും.